മത്തായി 14:14 വായിക്കുന്നു, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. And when Jesus went out, he saw a great multitude, and he was moved with compassion for them, and healed their sick. ഇതിന്റെ തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യേശു പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ഇത് കേട്ട ജനം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. യേശുവിന്റെ പിന്നാലെ ചെന്ന ജനത്തെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവുണ്ടായി. അവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്നെഴുതിയിരിക്കുന്നു. യേശുവിന്റെ പിന്നാലെ ചെന്ന പുരുഷാരത്തിൽ ധാരാളം രോഗികൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. പുരുഷാരം ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഇടയനില്ലാതെ കുഴഞ്ഞവരും ചിന്നിയവരുമായ പുരുഷാരത്തോട് കരുണ തോന്നിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. മറ്റൊരു സന്ദർഭത്തിലും യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞതായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 15:32 എഴുതിയിരിക്കുന്നത്, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. പുരുഷാരത്തോട് യേശുവിന് മനസ്സലിവുണ്ടായ 3 സംഭവങ്ങളാണ് ഞാൻ വായിച്ചത്. പുരുഷാരം എന്ന് പറയുമ്പോൾ വലിയൊരു ജനക്കൂട്ടമാണ്. ആർക്കും ആരെയും ഒരുപക്ഷെ തിരിച്ചറിഞ്ഞില്ല എന്നിരിക്കും. എങ്കിലും യേശുവിനെ പിൻചെല്ലുവാൻ ചെല്ലുന്ന സകല രോഗികളെയും ദൈവം സൗഖ്യമാക്കി. മത്തായി 4:24 എഴുതിയിരിക്കുന്നത്, അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യന്റെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ ഏത് രോഗവും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ യേശു നിങ്ങളുടെ രോഗത്തിന് സൗഖ്യദായകനാകുന്നു. യേശുവിന്റെ പിന്നാലെ നമുക്ക് ചെല്ലാം. മനസ്സലിവുള്ള യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ശാരീരിക കഷ്ടപ്പാടുകളോടെ യേശുവിന് സഹതാപം തോന്നിയതുപോലെ ആത്മീയ ആശയക്കുഴപ്പങ്ങളിലും ദൈവിക പാതകളിൽ നടക്കാതെ വഴിതെറ്റിപ്പോകുന്ന ആളുകളെക്കുറിച്ചും യേശുവിന് മനസ്സലിവുണ്ട്. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ മൂലമോ മോശമായ തീരുമാനങ്ങൾ മൂലമോ അല്ലെങ്കിൽ വെറും ധാർമ്മിക ബലഹീനത മൂലമോ കഷ്ടത്തിലായ ജീവിതങ്ങൾ നശിച്ചു പോകുന്നതിൽ യേശുവിന് ഇഷ്ടമില്ല. യേശുവിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവർ ചിഹ്നവരായി ഇടറിയവരായി പോവുകയില്ല. അവരുടെ പ്രയാണം അവർക്കറിയാം. അവർ നിത്യജീവനിലേക്ക് എത്തിപ്പെടും. വിശപ്പിനും ദൈനംദിന ജീവിതത്തിനും വകയില്ലാതെ കുഴങ്ങുന്ന പുരുഷാരത്തെ കണ്ടും യേശു മനസ്സലിഞ്ഞു. കർത്താവ് പറയുന്നത്, നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രിയമുള്ളവരെ, നമ്മുടെ സകല ആവശ്യങ്ങൾക്ക് മനസ്സലിയുന്ന ഒരു കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ആകയാൽ ഈ യേശുവിൽ വിശ്വസിക്കാം, യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. മനസ്സലിവുള്ള, സ്നേഹമുള്ള, ഒരിക്കലും കൈവിടാത്ത ഈ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അടിയങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും നിറവേറ്റി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ പിൻഗമിച്ച് ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.